വളയഞ്ചിറങ്ങര വി.എൻ. കേശവപിള്ള സ്മാരക വായനശാലയിലെ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ 50ാമത് വീട്ടുമുറ്റ വായന സദസ്സ് വിജയകരമായി പൂർത്തിയായി. സ്ത്രീകളിൽ വായനാശീലം വളർത്തുന്നതിന് വേണ്ടി ആരംഭിച്ച വായനാ സദസ്സിന്റെ ഉദ്ഘാടനം സ്വന്തം കഥ വായിച്ചുകൊണ്ട് പ്രശസ്ത സാഹിത്യകാരി കെ.എ. ബീന നിർവഹിച്ചു. ആവേശകരമായ വനിതാ പങ്കാളിത്തത്തോടെ വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരി കെ.എ. ബീന സ്വന്തം കഥ വായിച്ച് 50ാമത് വായന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ മാറ്റം, അതിന് കുടുംബശ്രീ വലിയൊരു ഘടകമാണ്. നമുക്കറിയാം 45 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളുടെ സാന്നിധ്യമുള്ള കുടുംബശ്രീ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ ഏറ്റവും പുറത്തേക്ക് വരാനും അതിനുള്ളൊരു സാഹചര്യം ഒരുക്കിയതിന് വളരെയേറെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പണ്ട് നമുക്കറിയാം സന്ധ്യയ്ക്ക് ശേഷം സ്ത്രീകൾ പുറത്തു പോയി ഒരു മീറ്റിങ്ങിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കം സ്ത്രീകൾക്ക് മാത്രമായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമുക്കറിയാം അങ്ങനെ ഒരു സാഹചര്യം സ്ത്രീയും പുരുഷനും തമ്മിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ടും എതിരുള്ള ഒരു കാര്യമാണ് വനിതാ വേദി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരെണ്ണം രൂപീകരിക്കുക എന്നുള്ളത്. വനിതാവേദി പ്രസിഡന്റ് ജി. അജീന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N.P. അജയകുമാർ, വായനശാല പ്രസിഡന്റ് M.M. മോഹനൻ, സെക്രട്ടറി P. രാജൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഗിരിജ സുബ്രഹ്മണ്യൻ, സിനി രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആഘോഷമാകണം എന്നുള്ളൊരു ധാരണയിലാണ് തുടങ്ങുന്നതെന്നൊക്കെ ഞങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ പ്രാക്ടീസ് തുടങ്ങി എനിക്ക് 2 മാസത്തിന് ശേഷമാണ് ഇതായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വളരെ ആസൂത്രണത്തോടെ തന്നെ വനിതാവേദി ഇത് നമ്മുടെ ഈ പ്രദേശത്ത് ഏതാണ്ടൊരു 3-4 വാർഡുകൾ വരുന്ന വളയഞ്ചിറങ്ങര ജംഗ്ഷൻ വരുന്ന ഈ പ്രദേശങ്ങളിലെ മിക്കവാറും പ്രദേശങ്ങളിലേക്ക് വനിതാവേദിയുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ഇതുവഴി കഴിഞ്ഞിട്ടുണ്ട്. 13ാം വാർഡിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും തന്നെ ഇതിൻ്റെ എനിക്ക് തോന്നണം കുറ്റിക്കാട്ട് അമ്പലത്തിൻ്റെ പ്രദേശം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. വീട്ടുമുറ്റ വായനക്കൂട്ടം സംബന്ധിച്ച റിപ്പോർട്ടും പുതിയ വർഷത്തെ പ്രവർത്തന മാർഗരേഖയും അമ്പിളി ഷാജീവ് അവതരിപ്പിച്ചു. കെ. കോമളവല്ലി സ്വാഗതവും ബിന്ദുജ ബോസ് നന്ദിയും പറഞ്ഞു. വനിതാവേദി അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും അവതരിപ്പിച്ച ലഘുനാടകം, നൃത്യങ്ങൾ, ഗാനസന്ധ്യ, ഗന്ധർവ നൃത്തം, അക്ഷരശ്ലോക സദസ്സ്, ഭക്ഷ്യമേള എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.